നിങ്ങളൊക്കെ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ പോയി നമസ്കരിച്ച് അവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അവിടെ 81 ശ്രീനിവാസ മാഷ് വരച്ച ചിത്രത്തിനെ താമരക്കണ്ണനെ പോയിട്ട് ഇടിയും കുത്തും കൂടിയിട്ട് അവിടെ തൊഴുത് ഗുരുവായൂരപ്പനെ അകത്ത് കാണുന്നേക്കാട്ടിലും ആൾക്കാർ ഇടിയും കുത്തും കൂടുന്നത് ആ കിണറിൻ്റെ അവിടെ പോയിട്ടാണ്. അപ്പോൾ എന്നേലും പ്രായത്തിന് ഇളയതായിട്ടുള്ള ഞാൻ വളരെയധികം ബഹുമാനിക്കണം, എന്നെ വളരെ ചേട്ടനെ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഓദിക്കൻ അദ്ദേഹം കഴിഞ്ഞ വർഷം ഏകാദശിക്കാലത്ത് ഭൂതബലിയോ ശ്രീഭൂതബലി കഴിഞ്ഞിട്ട് തൂവിയിട്ട് അവിടെ ബാക്കിൽ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ശരത്തേട്ട അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നോക്കുമ്പോൾ നിർമ്മാല്യധാരിയെ കാണാനില്ല. ഒരു ശിവലിംഗം പോലെ കണ്ടിട്ടില്ലേ ആ താഴെ, അത് വിശ്വക്സേനനാണ്, ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യധാരിയാണ്. ആ നിർമ്മാല്യധാരിയെ ഈ താമരക്കണ്ണനെ തൊഴാൻ വന്നവർ ചവിട്ടി തൂക്കി അപ്പുറത്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ അല്ല ക്ഷേത്രത്തിൽ പെരുമാറേണ്ടത്. ഏതോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വാട്സപ്പിലോ ഏതോ ഒരാൾ ഒരു പമ്പര വിഡ്ഢിത്തരം പിടിച്ചൊരു കഥ പ്രചരിപ്പിച്ചു. വില്ലുമംഗല സ്വാമിയുടെ ഒപ്പം ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേൽശാന്തി വന്നപ്പോൾ പേടിച്ചിട്ട് ഭഗവാൻ വേഗം ഡോർ അടച്ച് പൂട്ടിക്കിടക്കണോണ്ട് ചുമരിക്കൂടെ പോയി. അപ്പോൾ ചുമരിൽ ചിത്രം വന്നതാണ് അത്ര താമരക്കണ്ണൻ. മഹാത്മാക്കളെ അത് 81 വരച്ചതാണ്. ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിത്രത്തിനെ അവിടുന്ന് മാറ്റി വേറെ വല്ലവിടേക്കും വരയ്ക്കാൻ. ആ അവസ്ഥയാക്കി. അതിൽ മരപ്പട്ടി കയറുന്ന കാരണം മാന്തുന്നുണ്ട്. ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ മരപ്പട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. വരകൾ വീണുണ്ട്. ഉടനപ്പോഴേക്കും അതിപ്പോൾ റീടച്ച് ചെയ്തു. ഉടനപ്പോഴേക്കും എന്തോ ഭഗവാന്റെ അനിഷ്ടം. ഗുരുവായൂരപ്പൻ അന്ധവിശ്വാസമല്ല, ഗുരുവായൂരപ്പൻ വിശ്വാസമാണ്. നമ്മൾ തന്നെ പണ്ട് ഉണ്ടാക്കിയൊരു പരസ്യമുണ്ട്, വിശ്വാസമല്ല എല്ലാം. അതാണ്, മറക്കരുത്. ആ വിശ്വാസത്തിൽ കലർപ്പ് പാടില്ല. അവിടെ തൊഴേണ്ട സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിൽ തൊടപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല. അനന്തശയനത്തിൻ്റെ തൊട്ടടുത്ത് നമ്പീശൻ ഇരുന്ന് മാല കെട്ടണ ഭാഗത്ത്, ആ മാല കെട്ടണൻ്റെ നേരെ മുകളിൽ നോക്കി അവിടെ പോയി നമസ്കരിച്ച് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഞാൻ ആദ്യമേ പറയണം, മനസ്സുകൊണ്ട് തൊഴുക. ശ്രീശുകൻ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കുന്ന ഒരു മനോഹര ചിത്രമുണ്ട് അവിടെ. എത്ര പേര് കണ്ടിട്ടുണ്ട്? വലിയ ചിത്രമാണ്, ചെറുതൊന്നുമല്ല. അവിടെയുള്ള സകല തൂണിലും പോയിട്ട് ഓരോ അവതാരത്തിനും മാന്തുണ്ടല്ലോ. പരശുരാമസ്വാമിയൊക്കെ പോയിട്ട് ഒരൊറ്റ മാന്തലാണ്. ഇങ്ങനെ വിട്ട് വാ എൻ്റെ കൂടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ഒന്ന് മേലോട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഫോൺ നോക്കി നോക്കി ഇങ്ങനെ കഴുത്ത്, അപ്പോൾ അത് കാരണം നോക്കാതെ അവിടെ ഒരു മനോഹര ചിത്രമുണ്ട്. ശ്രീശുക മഹർഷിയുടെ ഇത്ര ഭംഗിയുള്ളൊരു രൂപം. അതിൽ തത്തച്ചുണ്ടൊന്നും വരച്ചിട്ടില്ല, മനുഷ്യാകൃതി തന്നെയാണ്. പൂർണ്ണ നഗ്നനായിട്ട് ചമ്രം പടിഞ്ഞിട്ട് ഭഗവാന്റെ നിറം കാർവർണ്ണത്തിൽ ഇരുന്നിട്ട് പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഭാഗവതോപദേശമാണത്. ഭാഗവതം ഉപാസിക്കുന്നവരൊക്കെ അവിടെ ആ ഗുരുവായൂരപ്പനെ, ആ ശ്രീശുകൻ്റെ രൂപത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഒന്ന് സ്മരിച്ചിട്ട് വേണം പോകാൻ.